നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ചീമേനയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഹിമാചലിൽ കുടുങ്ങി. മാസപ്പിറവി കണ്ടു. കേരളത്തിൽ നാളെ റമദാൻ വ്രതാരംഭം. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. മയക്കുമരുന്നിനെതിരെ കായിക യാത്ര സംഘടിപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ. മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം കബറടക്കി. കണ്ണവം മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. CPIM സംസ്ഥാന സമ്മേളനം നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ 3ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളും അധ്യാപകരും ഹിമാചൽ പ്രദേശിൽ കുടുങ്ങി. കഴിഞ്ഞ 20-നാണ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെയും കമ്പ്യൂട്ടർ ബ്രാഞ്ചിലെയും വിദ്യാർത്ഥികൾ ഉത്തരേന്ത്യൻ യാത്രയ്ക്ക് പോയത്. കുളു മണാലിയിലെത്തിയ സംഘം മഞ്ഞുവീഴ്ച കാരണം 2 ദിവസം പുറത്തിറങ്ങാതെ കഴിഞ്ഞു. വിനോദയാത്ര ഒഴിവാക്കി ന്യൂഡൽഹിയിലേക്ക് മടങ്ങവേ റോഡിലേക്ക് മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് സംഘം കുടുങ്ങിയത്. ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ കടന്നുപോയ ശേഷമാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത്. 20 ആൺകുട്ടികളും 23 പെൺകുട്ടികളും 2 അധ്യാപകരും 3 ഗൈഡുകളും 2 ബസ് ജീവനക്കാരും അടക്കം 50 അംഗ സംഘമാണ് റോഡിൽ കുടുങ്ങിയത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് പാറക്കല്ലുകളും മരങ്ങളും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. ഗ്രീൻ മണാലി ടോൾ പ്ലാസക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത്. ഞായറാഴ്ച രാവിലെ നാട്ടിലേക്ക് മടങ്ങും വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചത്. മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ 6 മത്സ്യഗ്രാമങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യ സമ്പദാ യോജനയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരി കോടിയേരി സ്മാരക നഗരസഭ ടൗൺ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. ISROയുമായി ചേർന്ന് 1 ലക്ഷം ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ സംഘടിപ്പിക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ആശയവിനിമയ സാധ്യതയും കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ആധുനിക സംവിധാനത്തോടെ ബോട്ടുകൾ നിർമ്മിച്ചു നൽകുകയും പരിശീലനം സാധ്യമാക്കുകയും ചെയ്യും. 200 നോട്ടിക്കൽ മൈൽ ദൂരവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യമൊരുക്കും. മത്സ്യസമ്പത്തിന്റെ കാര്യത്തിൽ രാജ്യം 1ാം സ്ഥാനത്തെത്താനാണ് ശ്രമിക്കുന്നത്. ഫിഷറീസ് മേഖലയിൽ സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ കേരളം മുൻപന്തിയിലാണെന്നും ഹാർബറുകൾ ഭാവിയിൽ കൂടുതൽ ജനസൗഹൃദമാക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഗുണഭോക്താക്കൾക്കുള്ള ഐസ് ബോക്സ് വിതരണവും ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചാലിൽ ഗോപാലപേട്ട ഫിഷ് മാർക്കറ്റ് നിർമ്മാണ ഉദ്ഘാടനം മത്സ്യബന്ധനം സാംസ്കാരികം യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. മത്സ്യബന്ധന മേഖലയിലെ ജനങ്ങളുടെ സമഗ്ര വികസനമാണ് പുതിയ പദ്ധതികൾ കൊണ്ട് സാധ്യമാക്കുന്നതെന്നും പദ്ധതികളുടെ നിർവഹണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷനായിരുന്നു. NFDP രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. ഫിഷറീസ് ഡയറക്ടർ സഫ്ന നസറുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിഷറീസ് വകുപ്പ് ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൾ നാസർ, തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MB ജയരാജൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ MA മുഹമ്മദ് അൻസാരി, മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ P സഹദേവൻ, കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ TV ബാലകൃഷ്ണൻ, വാർഡ് കൗൺസിലർമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണവം മട്ടന്നൂർ പോലീസ് സ്റ്റേഷനുകൾക്ക് പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഓൺലൈനായാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സുരക്ഷാ സംവിധാനമൊരുക്കി സൈബർ സുരക്ഷാ രംഗത്ത് രാജ്യത്തിനു തന്നെ മാതൃകയായിരിക്കുകയാണ് കേരള പോലീസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ ജില്ലയിലെ ഓഫീസ് മന്ദിരവും ഉദ്ഘാടനം ചെയ്തു. ആകെ 62.61 കോടി രൂപ ചെലവഴിച്ച് വിവിധ ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 30 പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും 6 മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന സംസ്ഥാനതല ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷനായി. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGPമാരായ മനോജ് എബ്രഹാം, H വെങ്കിടേഷ്, S ശ്രീജിത്ത്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
കണ്ണവം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. പോലീസ് സ്റ്റേഷന്റെ ശിലാഫലക അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. കെ ശൈലജ ടീച്ചർ MLA വിശിഷ്ടാതിഥിയായി. വി ശിവദാസൻ MP, KP മോഹനൻ MLA, ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ബാലൻ, കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M റിജി, പാട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം P ഷിജിത, കണ്ണൂർ സിറ്റി അഡീഷണൽ SP KV വേണുഗോപാൽ, കൂത്തുപറമ്പ് ACPM കൃഷ്ണൻ, കണ്ണവം പോലീസ് ഇൻസ്പെക്ടർ KV ഉമേശൻ, KPOA പ്രസിഡന്റ് PA ബിനു മോഹൻ, KPA പ്രസിഡന്റ് VV സന്ദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷയായി. സണ്ണി ജോസഫ് MLA, മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ N ഷിജിത്ത്, ഇരിട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ K ശ്രീലത, കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ സെക്രട്ടറി K രാജേഷ്, കേരള പോലീസ് അസോസിയേഷൻ സെക്രട്ടറി V സിനീഷ്, മട്ടന്നൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് M അനിൽ എന്നിവർ സംസാരിച്ചു. വിശ്വാസികൾക്ക് ആത്മശുദ്ധീകരണത്തിന്റെ ദിനരാത്രങ്ങളായി റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം. ദിവസങ്ങൾക്ക് മുമ്പേ ആരാധനാലയങ്ങളും വീടും പരിസരവും വൃത്തിയാക്കി ഒപ്പം മനസ്സും ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഈ പുണ്യങ്ങളുടെ പൂക്കാലം. മാസപ്പിറവി കാണാതിരുന്നതിനാൽ ശഅബാൻ 30 പൂർത്തിയാക്കിയാണ് നോമ്പിലേക്ക് കടന്നത്. ഇനി ഒരു മാസക്കാലം പ്രാർത്ഥനാ നിർഭരം. ഒപ്പം ഇഫ്താർ സംഗമങ്ങളുടെയും സാമൂഹ്യ കൂട്ടായ്മകളുടെയും സൗഹാർദ്ദക്കാലം കൂടിയാണിത്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് ഖലീൽ തങ്ങൾ. പ്രത്യേക നിശാ നിസ്കാരമായ തറാവീഹിന് പള്ളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഖുർആൻ അവതരിപ്പിച്ച മാസം കൂടിയാണ് റംസാൻ. അതുകൊണ്ട് തന്നെ പഠനവും പാരായണവും പ്രത്യേക പുണ്യം. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത വാഗ്ദാനം ചെയ്യപ്പെട്ട ലൈലത്തുൽ ഖദർ, നിർബന്ധിത ദാനമായ സക്കാത്ത് എന്നിവയെല്ലാം നോമ്പുകാലത്തെ വിശുദ്ധമാക്കും. കാരുണ്യത്തിന്റെ ആദ്യത്തെ 10ഉം പാപമോചനത്തിന്റെ 2ാമത്തെ 10ഉം നരകവിമുക്തിയുടെ 3ാമത്തെ 10ഉം പ്രത്യേക ദിക്റുകളും പ്രാർത്ഥനകളും കൊണ്ടാണ് സ്വീകരിക്കുക. ശവ്വാൽ പിറ കാണുന്നതോടെ നോമ്പ് പൂർത്തിയാക്കി ഈദുൽ ഫിത്തർ ആഘോഷങ്ങളിലേക്ക് കടക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം കബറടക്കി. ധാരാളം പേരാണ് അവസാനമായി കാണാൻ ഷഹബാസിന്റെ തറവാട്ട് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മദ്രസയിലും എത്തിയത്. കുട്ടികളുടെ അക്രമവാസനയെക്കുറിച്ച് സംസ്ഥാന തലത്തിൽ പഠനം നടത്തുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടെയാണ് താമരശ്ശേരി പാലോറക്കുന്നിലെ തറവാട് വീട്ടിൽ എത്തിച്ചത്. ശേഷം മൃതദേഹം മയ്യത്ത് നമസ്കാരത്തിനായി ചുങ്കം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് ശേഷമാണ് കബറടക്കിയത്. ഒപ്പം പഠിച്ചവൻ ചേതനയേറ്റ് കിടന്നപ്പോൾ സുഹൃത്തുക്കൾ വിങ്ങിപ്പൊട്ടി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തി താമരശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളെ വെള്ളിമാടുകുന്നിലെ ജുവൈനൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. ഇവർക്ക് പൊതുപരീക്ഷ എഴുതാൻ അവസരമൊരുക്കും. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ MV ജയരാജനെ തടയാൻ ശ്രമം. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കത്തിൽ പുറത്തുവന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിക്കാനെത്തിയ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനെ തടയാൻ ശ്രമം. അഴിമതി പുറം ലോകം അറിയാതിരിക്കാനാണ് പ്രവേശനം നിഷേധിക്കാനുള്ള കോർപ്പറേഷന്റെ തീരുമാനമെന്ന MV ജയരാജൻ പറഞ്ഞു. ക്രമക്കേട് നടന്നത് മുൻ മേയറുടെ കാലത്താണ്. ഇപ്പോഴത്തെ മേയർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധം നിലയിലാണ് കാര്യങ്ങൾ. അത് മേയർ തന്നെ വ്യക്തമാക്കണം. അടിമുടി ദുരൂഹതയാണ് ഇടപാടിൽ നടന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ കൂമ്പാരം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 1.25 കോടി രൂപയുടെ ക്രമക്കേടാണ് AG കണ്ടെത്തിയത്. ക്രമക്കേട് നടത്തിയ കമ്പനിക്കു തന്നെ കരാർ നീട്ടി നൽകിയത് അഴിമതി തുടരാനാണ്. കഴിഞ്ഞ ദിവസത്തെ കോർപ്പറേഷൻ കൗൺസിലിന്റെ ആദ്യ അജണ്ട കരാർ വ്യവസ്ഥ പാലിക്കാത്ത കമ്പനിക്കെതിരെ നിയമ നടപടികൾക്കുള്ളതായിരുന്നു. 2ാമത്തേത് കരാർ നീട്ടി നൽകാനുള്ളതും. ഇതുതന്നെ അസാധാരണമാണ്. ആദ്യ അജണ്ടയിൽ തീരുമാനമെടുക്കാതെ 2ാമത്തെ അജണ്ടയിൽ തീരുമാനമെടുത്തു. എന്നാൽ കരാർ നീട്ടി നൽകാൻ തീരുമാനിക്കും മുമ്പ് കമ്പനി ഇവിടെ പ്രവൃത്തി നടത്തുന്നു. അടിമുടി ദുരൂഹതയാണ് സാഹചര്യം.
പ്രവൃത്തി തുടങ്ങുമ്പോഴുള്ള മാലിന്യ കൂമ്പാരം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. വേർതിരിച്ച മണ്ണ് മാലിന്യത്തിന് മുകളിലിട്ട് മൂടിയതായും വ്യക്തമായി. കോർപ്പറേഷൻ കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെതിരെ ടെക്നിക്കൽ കൺസൾട്ടന്റായ അരവിന്ദ് അസോസിയേറ്റ്സ് നിരവധി തവണ കത്തയച്ചിരുന്നു. 3 കമ്പനികളുടെ കൺസോർഷ്യത്തിനാണ് കരാർ നൽകിയത്. എന്നാൽ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് പണം നൽകിയത്. ഇത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് അരവിന്ദ് അസോസിയേറ്റ്സ് കത്തയച്ചിട്ടുള്ളത്. അഴിമതി സംബന്ധിച്ച് നടത്തുന്ന വിജിലൻസ് അന്വേഷണത്തിൽ കരാർ നീട്ടി നൽകാനുള്ള തീരുമാനത്തിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങളും അന്വേഷിക്കണമെന്നും MP ജയരാജൻ ആവശ്യപ്പെട്ടു. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ പ്രവേശനം നിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ കൗൺസിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തിരുന്നു. കോർപ്പറേഷനിലെ LDF കൗൺസിലർമാരായ N സുകന്യ, K പ്രദീപൻ, ധനേഷ് മോഹൻ എന്നിവർക്കൊപ്പമാണ് MP ജയരാജൻ ചേലോറയിലെത്തിയത്. ആരെയും കടത്തിവിടരുതെന്ന് നിർദ്ദേശമുണ്ടതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല. തടഞ്ഞാലും പ്രവേശിക്കുമെന്നപ്പോഴാണ് ഗേറ്റ് തുറക്കാൻ തയ്യാറായത്. മാധ്യമപ്രവർത്തകരെ കയറ്റിവിടരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലാണ് ഞങ്ങൾ കൗൺസിലർമാരടക്കമുള്ള പ്രതിപക്ഷത്തുള്ളവർ ഇവിടെ വന്നത്. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ആരും പ്രവേശിക്കാൻ പാടില്ല, കൗൺസിലർമാർക്കും അത് ബാധകമാണ് എന്ന് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ മേയർ പറയുകയുണ്ടായി. മേയറുടെ അനുമതിയില്ലാതെ ആരും പ്രവേശിക്കാൻ പാടില്ല. അത് സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 1.77 കോടി രൂപ കോർപ്പറേഷൻ അധികമായി ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യുന്ന കമ്പനിക്ക് നൽകിയതായ ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഇവിടെ എത്രത്തോളം വേസ്റ്റ് നീക്കം ചെയ്തു എന്നത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ സൈറ്റ് തന്നെ വന്ന് പരിശോധിക്കണം. AGയുടെ റിപ്പോർട്ടിലാണ് 1.77 കോടി രൂപ കോർപ്പറേഷന് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. എംബുക്ക് പ്രകാരം ഇവിടെ നിന്നും നീക്കം ചെയ്ത വേസ്റ്റ് സംബന്ധിച്ച കണക്കും യഥാർത്ഥത്തിൽ നീക്കം ചെയ്തതും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. യഥാർത്ഥത്തിൽ നീക്കം ചെയ്തതിൻ്റെ കണക്ക് പ്രകാരം 86 ലക്ഷം രൂപ മാത്രമേ കോർപ്പറേഷൻ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ 2.64 കോടി രൂപ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാരാണ് ഇത്രയും തുക നൽകുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകിയത്? അന്നത്തെ മേയറാണ് അതിനുത്തരം പറയേണ്ടത്. അതിനുത്തരം പറയാതെ യഥാർത്ഥത്തിൽ ഒളിച്ചോടുകയാണ് ചെയ്തത്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടന്നു വരുന്നുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്, AG റിപ്പോർട്ട് വളരെ വ്യക്തമായി ഈ പദ്ധതിയുടെ നിർവഹണ കാര്യത്തിൽ അഴിമതി നടന്നു എന്ന് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ പ്രദേശത്തെ കൗൺസിലർ പ്രദീപൻ വിജിലൻസിന് പരാതി കൊടുത്തത് പ്രകാരം അന്വേഷണം നടത്തുകയും വസ്തുതകൾ കണ്ടെത്താനുള്ള പരിശ്രമം നടക്കുകയും ചെയ്യുന്നതിനിടയിലാണ് കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗം ഇന്നലെ നടന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇന്നലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്ത അജണ്ടയാണിത്. ഈ അജണ്ടയിൽ ലെഗസി വേസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ആലോചനാ വിഷയങ്ങളാണ്. അതുതന്നെ അസാധാരണമാണ്. ഒന്നാമത്തത്, ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യൽ പ്രവൃത്തിയുടെ കരാറുകാരനായ റോയൽ വെസ്റ്റേൺ പ്രൊജക്റ്റ് എന്നിവർക്കെതിരെ കരാർ വ്യവസ്ഥകൾ ലംഘനം ചെയ്തതിനാൽ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് എന്ന വിഷയം ബഹു കൗൺസിൽ പരിഗണനക്കായി സമർപ്പിക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ വിഷയമായി കൗൺസിലിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നത് കരാറുകാരനായ
മെസേഴ്സ് റോയൽ വെസ്റ്റേൺ പ്രൊജക്റ്റ് കരാർ നീട്ടി നൽകണമെന്ന് 200 രൂപയുടെ മുദ്രപത്ര സഹിതം അപേക്ഷ സമർപ്പിച്ചത് സംബന്ധിച്ച വിഷയം കൗൺസിലിന്റെ പരിഗണനക്കായി സമർപ്പിക്കുന്നു. ഒന്നാമത്തെ വിഷയം മാത്രം മതിയായിരുന്നു കൗൺസിലിൽ. കാരണം ഇത് സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരാറിന്റെ കാലാവധി നീട്ടണമെന്ന് പറയുന്ന കൺസോർഷ്യം കമ്പനിയിൽ ഒരെണ്ണം നൽകുന്ന ഹർജി എങ്ങനെയാണ് പരിഗണിക്കുക? അതാണ് ഇന്നലെ കൗൺസിൽ യോഗം പരിഗണിച്ചത്. പരിഗണിച്ചു എന്ന് പറയുമ്പോൾ അതിൽ കരാർ എന്താണെന്ന് മനസ്സിലാക്കണം. കരാർ അനുസരിച്ച് ഈ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് കോർപ്പറേഷന് വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ കരാറിലെ വ്യവസ്ഥകൾ കോട്ട് ചെയ്തുകൊണ്ട് നൽകിയിട്ടുള്ള നോട്ടീസുണ്ട്. അതിൽ പറയുന്നത് 3 കമ്പനികളടങ്ങുന്ന ഒരു കൺസോർഷ്യമാണ് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തത് എന്നാണ്. ജൻ ആധാർ, സേവാഭാവി, ശാൻസ്ത, റോയൽ വെസ്റ്റേൺ പ്രൊജക്റ്റ്, അരവിന്ദ് അസോസിയേറ്റ്സ്. ഇതാണ് 3 കമ്പനികൾ. ഈ 3 കമ്പനികൾ സംബന്ധിച്ച് ഈ വർക്ക് ഇവർ ചെയ്യുമ്പോൾ ഇതിൽ പറയുന്ന ഒന്ന്, കരാർ വ്യവസ്ഥകൾ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, എനി ഫെയിലിയർ ഇൻ ദിസ് ഡയറക്ഷൻ വിൽ ബി ലയബിൾ ടു റിസൾട്ട് ഇൻ ഫോർഫീച്ചർ ഓഫ് ഇയർ ഏൺസ്റ്റ് മണി deposit and cancellation of the proposed contract and shall be liable to pay the entire loss that may be caused to government or LSGD. ഇതാണ് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. 1 വർഷത്തിനകം കരാർ അനുസരിച്ച് ഇവിടുത്തെ ലെഗസി വേസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്ത് ക്ലീൻ ചെയ്ത് തിരിച്ചേൽപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. അതിൽ പറയുന്നുണ്ട്, ദ വർക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് വിതിൻ 12 months. ഇതിൽ തന്നെ കോർപ്പറേഷൻ പറയുന്നു 2023 ഡിസംബറിൽ ഇദ്ദേഹത്തിന്റെ ഈ കരാർ കമ്പനികളുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. കാലാവധി കഴിഞ്ഞാൽ കരാർ പ്രകാരമുള്ള ലെഗസി വേസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്ത് ഈ പ്രദേശം ക്ലീൻ ചെയ്ത ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കരാർ കാലാവധിക്കകം പണി പൂർത്തിയായില്ല, വ്യവസ്ഥകൾ ലംഘിച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നാണ് കരാർ വ്യവസ്ഥ? ഈ കമ്പനികൾ ഇത് സംബന്ധിച്ച് കോർപ്പറേഷനുണ്ടായ നഷ്ടത്തിന് എത്ര തുകയാണോ കാരണമായി വരുന്നത് അത് നൽകേണ്ടതാണ്. മറ്റൊന്ന്, ഈ കരാർ ക്യാൻസൽ ചെയ്യുന്നതാണ്. മൂന്നാമത്, ഇവരുടെ ഡെപ്പോസിറ്റ് പൂർണ്ണമായി ഈടാക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ ഇന്നലത്തെ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചത് എന്താ? അതാണ് രസകരമായ കാര്യം. കോർപ്പറേഷൻ കൗൺസിലിലെ 2ാമത്തെ പോയിന്റിന്മേൽ മെയ് 6 നടക്കുന്ന ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പൂരത്തിന് മുൻപ് സുരക്ഷാ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പൂരം നടത്തിപ്പിൽ ഒരു തരത്തിലുമുള്ള അനിശ്ചിതത്വവും വരാൻ പാടില്ലെന്നും ആചാരപരമായ കാര്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലും സുരക്ഷയിൽ വിട്ടുവീഴ്ച വരാത്ത വിധത്തിലുമായിരിക്കണമെന്നും പൂരം നടക്കേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൂരം എക്സിബിഷന് വടക്കുനാഥ ക്ഷേത്ര മൈതാനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തറവാടക പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. നേരത്തെ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥ കൊച്ചിയിൽ ദേവസ്വം ബോർഡ് എത്രയും വേഗം ഹൈക്കോടതിയെ അറിയിക്കണം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനം ജില്ലാ ഭരണ സംവിധാനം ഉറപ്പുവരുത്തണം. സുരക്ഷാ മുൻകരുതലുകൾ, വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ജില്ലാ ഭരണ സംവിധാനം ഉറപ്പാക്കണം.
പൂരം ദിവസങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും എക്സ്പ്ലോസീവ് നടപടി സ്വീകരിക്കണം. ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള പൂരത്തിന് ആവശ്യമായ ആനകളെ എഴുന്നള്ളിക്കുന്നതിനും ആനകളുടെ വിശ്രമം, പൊതുജന സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ പോലീസുമായി ചേർന്ന് ഒരുക്കണം. കഴിഞ്ഞ വർഷം ഉയർന്നുവന്ന ആക്ഷേപങ്ങളും പരാതികളും ഈ വർഷം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനുള്ള ജാഗ്രത പാലിക്കണം. ഉത്സവം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് ജില്ലാ ജാഗ്രതാ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തണം. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുന്നതിന് ആവശ്യമായ ലൈസൻസുകൾ അനുവദിക്കണം. വെടിക്കെട്ട് നിയമാനുസൃതമാണെന്ന് ഉറപ്പുവരുത്തണം. 2024 ഒക്ടോബർ 11 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നിബന്ധനകൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം പരിഗണിച്ച് പ്രായോഗികമായി ചെയ്യാവുന്ന സംബന്ധിച്ച ജില്ലാ ഭരണ സംവിധാനം പോലീസുമായി ചേർന്ന് പരിശോധന നടത്തി ഉചിതമായ നടപടി കൈക്കൊള്ളണം. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരത്തിന്റെ സംഘാടനത്തിൽ പാളിച്ചകൾ ഉണ്ടായതായി പരാതികൾ ഉയർന്നിരുന്നു. ഇത്തവണ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ദേവസ്വങ്ങളും അധികാരികളും ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ഇന്റലിജൻസ് മേധാവി പി വിജയൻ, വൻ വകുപ്പ് മേധാവി ഗംഗാൻ സിംഗ്, തൃശൂർ MLA AP ബാലചന്ദ്രൻ, തൃശൂർ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ, കൊച്ചിൻ ദേവസ്വം കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മംഗളൂരു ശ്രീനിവാസ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ PV ശ്യാമിലിയെ DYFI കൂടാളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മേഖലാ സെക്രട്ടറി P ദിബിൻ ഉപഹാരം നൽകി. മേഖലാ പ്രസിഡന്റ് C ജിതിൻ, മേഖലാ ട്രഷറർ K ശ്രീലേഷ്, മേഖലാ കമ്മിറ്റി അംഗം PV സുജേഷ്, യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് എന്നിവർ പങ്കെടുത്തു. വാർഡ് വിഭജനം ഹിയറിംഗ് മാർച്ച് 17 കോഴിക്കോട്ട്. 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം സംബന്ധിച്ച പരാതിക്കാർക്കായുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് മാർച്ച് 17 കോഴിക്കോട്ടേക്ക് മാറ്റിയതായി കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ഹിയറിംഗ് നടത്തും. കണ്ണൂർ ജില്ലയിലെ പാനൂർ, മട്ടന്നൂർ, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികൾക്ക് 11 മണിക്കും കാസർഗോഡ് ജില്ലയിലെ പടന്ന ഗ്രാമപഞ്ചായത്തിന് ഉച്ചയ്ക്ക് 1 മണിക്കും 12 മണിക്കുമാണ് ഹിയറിംഗ്. വാർഡ് വിഭജനം സംബന്ധിച്ച് ഡിസംബർ 4 വരെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോ പരാതി നൽകിയിട്ടുള്ളവരെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നേരിൽ കേൾക്കുന്നത്. മാർച്ച് 7 തിരുവനന്തപുരത്ത് നടത്താനിരുന്ന ഹിയറിംഗ് ആണ് മാർച്ച് 17 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റിയത്. കാട്ടാമ്പള്ളി പാലം കമ്പിൽ ടൗൺ റോഡ് മെക്കാഡിംഗ് ടാറിംഗ് ആരംഭിച്ചു. പുതിയതെരു മയ്യിൽ റോഡിലെ കാട്ടാമ്പള്ളി പാലം മുതൽ കമ്പിൽ ടൗൺ വരെയുള്ള റോഡ് മെക്കാഡം ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചു. KV സുമേഷ് MLAയുടെ ഇടപെടലിലാണ് പൊതുമരാമത്ത് റോഡ് ടാറിംഗ് പ്രവൃത്തി വേഗത്തിലാക്കിയത്. റോഡ് ഓവർലേ ടാറിംഗിനായി 2.70 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ MLA നേരിട്ട് കണ്ടതിനെ തുടർന്ന് അനുവദിച്ചിരുന്നു. 4.7 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കുക. പ്രവൃത്തി പൂർത്തിയാക്കി റിഫ്ലക്ടർ ലൈറ്റുകളും സൂചനാ ബോർഡുകളും സ്ഥാപിക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജാഥ ക്യാപ്റ്റൻ M സ്വരാജിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിന പര്യടനം പയ്യന്നൂരിൽ സമാപിച്ചു. നാളെ കണ്ണൂർ ജില്ലയുടെ കടന്നുപോകുന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. വത്സൻ പനോളി മാനേജറും K അനുശ്രീ ജാഥ അംഗവുമാണ്. നേതാക്കളായ P കരുണാകരൻ, M രാജഗോപാലൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.
ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ ഓട്ടോ യാത്രയ്ക്ക് കൂലി കൊടുക്കേണ്ട എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ലേബർ യൂണിയൻ കണ്ണൂരിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എ സുരേന്ദ്രൻ അധ്യക്ഷനായി. കെ പ്രവീൺ, AV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പിന്റെ ഭാഗമായി കൂടാളി പഞ്ചായത്തിലെ കുടുംബശ്രീ CDSലെ മുഴുവൻ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചു. വീടുകളിൽ ശുചിത്വ പരിപാലനം നല്ല നിലയിൽ നടക്കുന്നതിന്റെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി സംവിധാനമൊരുക്കിയതിന്റെയും വീടുകളിൽ പൂച്ചെടികളും പച്ചക്കറികളും ഒരുക്കിക്കൊണ്ട് ഹരിതമാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം നടത്തുന്നത്. പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകുന്നതിനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവ കാര്യക്ഷമമാവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന അയൽക്കൂട്ടങ്ങളെ കുടുംബശ്രീ മുഖേനയുള്ള പരിശോധനയിലൂടെ കണ്ടെത്തിയാണ് ഹരിത അയൽക്കൂട്ടങ്ങളായത്. അതോടൊപ്പം പഞ്ചായത്തിലെ മുഴുവൻ ADMസും CDSും ഹരിതഭമായി മാറി. പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചു. CDSനുള്ള സാക്ഷ്യപത്രം വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സണൽ ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PC ശ്രീകല ടീച്ചർ, K ദിവാകരൻ, വാർഡ് മെമ്പർ P ഗീത, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KV ഷംന, CDS ചെയർപേഴ്സൺ അനുപമ, സജിത P, ഷിജിന TV തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂരിൽ CPM ബ്രാഞ്ച് ഓഫീസിന് തീയിട്ടു. അഞ്ചരക്കണ്ടി കല്ലായിലെ EMS മന്ദിരത്തിനാണ് തീയിട്ടത്. അക്രമത്തിന് പിന്നിൽ RSS ആണ് എന്ന് CPM ആരോപിച്ചു. ശനിയാഴ്ച പുലർച്ചെ 1:30 കൂടിയാണ് CPM ബ്രാഞ്ച് ഓഫീസിന് തീയിട്ടത്. അതുവഴി പോവുകയായിരുന്ന ഓട്ടോ ഡ്രൈവറുടെ ശ്രദ്ധയിൽ തീപ്പെട്ടതിനാൽ ഓഫീസ് കത്തി നശിക്കുന്നതിന് മുൻപ് തീ അണയ്ക്കാനായി. സംഭവത്തിൽ CPM നൽകിയ പരാതിയിൽ പിണറായി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരിച്ച ബ്രണ്ണൻ കോളേജിന്റെ കളിസ്ഥലം കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കായിക മേഖലയിലെ തൊഴിൽ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ യുവജനങ്ങളെ സജ്ജരാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സായി സഹായത്തോടെ സിന്തറ്റിക് ട്രാക്കുള്ള കേരളത്തിലെ ആദ്യ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ബ്രണ്ണൻ കോളേജ്. സംസ്ഥാനത്തെ കായിക മേഖലയിലെ മികച്ച കോളേജിനുള്ള GV രാജ അവാർഡ് നേടിയ ഏക സർക്കാർ കോളേജ്, തുടർച്ചയായി 3-ാം തവണയും കണ്ണൂർ സർവകലാശാലയുടെ മികച്ച കോളേജിനുള്ള വൈസ് ചാൻസലേഴ്സ് ജിമ്മി ജോർജ് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കോളേജ് തുടങ്ങിയ കായിക രംഗത്തെ ബ്രണ്ണന്റെ നേട്ടങ്ങൾ പലതാണ്. 95 മീറ്റർ നീളവും 55 മീറ്റർ വീതിയുമുള്ള ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ, ബാഡ്മിന്റൺ, ഹോക്കി, ക്രിക്കറ്റ്, കബഡി, കൊക്കോ, വോളിബോൾ തുടങ്ങിയ ഗെയിമുകൾ കളിക്കാനുള്ള അവസരമുണ്ട്. ഫ്ലഡ് ലിറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സർവകലാശാലയുടെ കീഴിൽ ഫ്ലഡ് ലിറ്റ് സംവിധാനമുള്ള ഏക സർക്കാർ കോളേജായി ഇതോടെ ബ്രണ്ണൻ കോളേജ് മാറിയിരിക്കുകയാണ്. ഈ വർഷത്തെ ബജറ്റിൽ ബ്രണ്ണൻ കോളേജിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപയും സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായിരുന്നു. ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് NK രവി മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ പ്രൊഫസർ J വാസന്തി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സീമ, പഞ്ചായത്ത് അംഗം അഭിലാഷ് വേലാണ്ടി, PTA വൈസ് പ്രസിഡന്റ് AK ശ്രീജിത്ത്, യൂണിയൻ ചെയർപേഴ്സൺ MK അഭിരാം, കോളേജ് കായിക വിഭാഗം മേധാവി പ്രൊഫസർ KP പ്രശോഭിത്, ടി അനിൽ, PT സനൽകുമാർ, അജയ്കുമാർ, വിനോദ്, TK കനകരാജൻ, M സജീവൻ, TVA ബഷീർ, ലക്ഷ്മണൻ കോക്കോടൻ, NK പ്രേമനാഥ്, NK പ്രേമൻ എന്നിവർ സംസാരിച്ചു.
മയക്കുമരുന്നിനെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കായിക യാത്ര സംഘടിപ്പിക്കുമെന്ന് കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിന്റെയും ജിംനേഷ്യത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത അധ്യയന വർഷം മുതൽ പ്രൈമറി തലത്തിൽ ഉൾപ്പെടെ സ്പോർട്സ് പാഠ്യവിഷയമാക്കും. വിദ്യാർത്ഥികളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ ആവിഷ്കരിക്കും. കായിക മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മത്സരങ്ങൾക്കുമപ്പുറം വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായ നേട്ടം കൈവരിക്കാനും കായികക്ഷമത ഉറപ്പുവരുത്താനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2 കോടി രൂപ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് വിദ്യാലയത്തിൽ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയത്. വിദ്യാലയത്തിലെ 6 വിദ്യാർത്ഥികൾ ദേശീയതലത്തിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുണ്ട്. 50ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിലും മത്സരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയവും ഫ്ലഡ്ലിറ്റ് ഗ്രൗണ്ടും സജ്ജമായതോടെ ഇനിയും കായിക മേഖലയിൽ വൻ കുതിപ്പുകൾ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM സജിത, പിണറായി പഞ്ചായത്ത് അംഗം A ദീപ്തി, പ്രിൻസിപ്പൽ P ശ്രീജിത്ത്, പ്രധാന അധ്യാപകൻ K സുരേന്ദ്രൻ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ്, PTA പ്രസിഡന്റ് എലിയൻ അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് ജസിന ലതീഷ്, SMC ചെയർമാൻ VG ബിജു, സ്റ്റാഫ് സെക്രട്ടറി NM ബിജോയ്, കായിക അധ്യാപിക A സുസ്മിത, മുൻ HM R ഉഷാനന്ദിനി, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കക്കോത്ത് രാജൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മരം മുറിക്കൽ മാർച്ച് 3-ന് ആരംഭിക്കും. ആറളം ഫാമിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി 56 കോടി രൂപയ്ക്ക് നിർമ്മിച്ചു വരുന്ന ആനമതിലിന്റെ നിർമ്മാണത്തിനായി 164 മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് കൊട്ടേഷൻ അംഗീകരിച്ചു നൽകിയതായും പ്രവൃത്തികൾ മാർച്ച് 3-ന് ആരംഭിക്കുമെന്നും ITDP പ്രൊജക്ട് ഓഫീസർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. ആനമതിൽ നിർമ്മാണം അടിയന്തര പ്രാധാന്യം നൽകി പൂർത്തിയാക്കണമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശം നൽകി. ആകെ നിർമ്മാണം നടത്തേണ്ട 9.890 കിലോമീറ്ററിൽ 3.618 കിലോമീറ്റർ നീളം ഇതുവരെ പൂർത്തിയായതായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. 3.975 കിലോമീറ്ററിൽ മരങ്ങൾ മുറിച്ചുമാറ്റി സ്ഥലം ലഭ്യമാവാനുണ്ട്. 2.296 കിലോമീറ്റർ നീളത്തിലുള്ള പുതിയ അലൈൻമെന്റ് പാർക്ക് ചെയ്ത് ലഭ്യമാക്കേണ്ടതുണ്ടെന്നും അറിയിച്ചു. ഇതിൽ തന്നെ 1.086 കിലോമീറ്റർ പ്രവൃത്തി നടന്നുവരുന്നു. 2025 ജനുവരി 15 മുതൽ ആനമതിലിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 12 വരെ കരാറുകാരന് ലഭ്യമായ സ്ഥലത്ത് നടത്തേണ്ട പുരോഗതി വിലയിരുത്തുന്നതിന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പുരോഗതി തൃപ്തികരമല്ലെങ്കിൽ കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റ് വ്യവസ്ഥയിൽ ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും റീടെൻഡർ അടക്കമുള്ള നടപടികൾ മാർച്ചിൽ തന്നെ കൈക്കൊള്ളുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ അധ്യക്ഷനായി. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത്, MP-മാരുടെ പ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി 4 കാണാം.